CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു സുപ്രധാന നീക്കമുണ്ടായ ദിവസമാണ് ഇന്ന്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡി സമൻസ് അയച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 8 CMRL ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേസിൽ പിന്നോട്ടില്ല എന്ന് ഇഡി വ്യക്തമാക്കുമ്പോൾ എന്താകും CPMന്റെ നീക്കം? റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ തടഞ്ഞതിലുൾപ്പെടെ പണി കിട്ടിയ പാർട്ടി നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തീരുമാനിക്കുമോ? എന്താണ് ഇതിനുള്ള പ്രതികരണങ്ങൾ? എന്താണ് ഇഡിയുടെ നീക്കം എന്നതൊക്കെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് കുരുക്ക് മുറുക്കാനാണ് ഇഡിയുടെ നീക്കം. വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. 8 CMRL ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുശേഷ് കുമാർ, CMRL ജീവനക്കാർ എന്നിവർക്കാണ് സമൻസ് അയച്ചിരിക്കുന്നത്. കർത്തയുടെ ഭാര്യ, മകൻ അടക്കമുള്ള കുടുംബാംഗങ്ങൾക്കും ഇഡിയുടെ നോട്ടീസ് ഉണ്ട് എന്നതാണ് ഇതിൽ ശ്രദ്ധേയം. വിവിധ കമ്പനികളുടെ ഡയറക്ടർമാരാണ് ഇവർ. ഇഡിയുടെ ഈ സമൻസ് അയക്കാനുള്ള നീക്കം കൃത്യമായ പ്ലാനോട് കൂടിയുള്ളതാണ് എന്നതുകൂടി നമ്മൾ കാണണം. വീണയും CMRLും തമ്മിലുണ്ടായ സാമ്പത്തിക ഇടപാടുകളുടെ സുപ്രധാന രേഖകൾ ഇഡിക്ക് കൈമാറാൻ കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവ് വന്നത്. ഇതിന് പിന്നാലെയാണ് ഇഡി സമൻസ് അയച്ചിരിക്കുന്നത്. SFIO കസ്റ്റഡിയിലെടുത്ത 134 രേഖകൾ 10 ദിവസത്തിനകം കൈമാറാനാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. രേഖകൾ കൈമാറുന്നതിനെതിരായ CMRLന്റെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഈ നടപടി ഉണ്ടായത്. ഈ നീക്കങ്ങളൊക്കെ തന്നെ ഈ കേസിൽ വളരെ ശക്തമായ നടപടികളിലേക്ക് ഇഡി കടക്കുന്നു എന്നതിന്റെ സൂചനകളായിരുന്നു. മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാടിൽ വീണയെ പൂട്ടാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ ഇഡി നടത്തുന്നത്. SFIO നേരത്തെ കസ്റ്റഡിയിലെടുത്ത പ്രധാന തെളിവുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പാണ് ഇഡി കൈപ്പറ്റാൻ പോകുന്നത്. CMRLും വീണയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള രേഖകളാണ് ഇഡി ശേഖരിച്ചിട്ടുള്ളത്. 2016 ഡിസംബർ 30 CMRLുമായി വീണ ഉണ്ടാക്കിയ കരാറിന്റെ പകർപ്പ്, 2017 മാർച്ച് 2 എക്സാലോജിക്കും കരിമണൽ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ, എക്സാലോജിക് നൽകിയ സേവനങ്ങളുടെ വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുടെ ലോൺ വിശദാംശങ്ങൾ, വീണയുമായി കമ്പനി നടത്തിയ ലോൺ ഇടപാട് രേഖകൾ അടക്കം മുഴുവൻ സാമ്പത്തിക ഇടപാട് രേഖകൾ ആണ് ഇഡി ശേഖരിക്കുന്നത്. എക്സാലോജിക്കിലെ ജീവനക്കാരുടേതടക്കമുള്ള മൊഴികളുടെ പകർപ്പും തേടിയ ഇഡി ഇതുകൂടി കണക്കിലെടുത്താകും വീണയിൽ നിന്ന് കൂടുതൽ വ്യക്തത തേടുക. അതിനാണ് വെള്ളിയാഴ്ച ഹാജരാകാൻ ഇപ്പോൾ വീണ തൈക്കണ്ടിയിലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാസപ്പടി കേസിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ട് എന്നതാണ് മാത്യു കുഴൽനാടൻ MLA പറയുന്നത്. സേവനം ഒന്നും നൽകാതെ വീണ ടി പണം കൈപ്പറ്റി. എന്തിനു വേണ്ടിയാണ് ഈ പണം കൈപ്പറ്റിയതെന്ന് മാത്യു കുഴൽനാടൻ ചോദിക്കുന്നു. യഥാർത്ഥ സേവനം കിട്ടിയത് PVയിൽ നിന്നാണ്. CMRL കമ്പനിക്ക് കരിമണൽ എടുക്കാൻ അവസരമൊരുക്കി കൊടുത്തത് പിണറായി വിജയനാണ്. ഭൂപരിധി നിയമപ്രകാരം തിരിച്ചു പിടിക്കേണ്ട ഭൂമിക്ക് ഇളവ് നൽകിയെന്നും മാത്യു കുഴൽനാടൻ പറയുന്നു. കഴിഞ്ഞ തവണകളിലൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് വീണയിൽ മാത്രം ഒതുങ്ങില്ല എന്നതിന്റെ സൂചനകൾ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ നൽകി. അതിന് സമാനമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് ഇത്തവണയും മാത്യു കുഴൽനാടൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇഡി അന്വേഷണത്തിന് പിന്നാലെ ഒന്നുകിൽ വിജിലൻസ് അല്ലെങ്കിൽ CBI ആ അന്വേഷണം ഇതിന്റെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള അഴിമതിയെക്കുറിച്ച് നടക്കും. അഴിമതിയെക്കുറിച്ച് നടക്കുമ്പോൾ ഉറപ്പായും പിണറായി വിജയൻ പ്രതിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം CMRLന് ചെയ്തു കൊടുത്തിട്ടുള്ള വഴിവിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പിണറായി വിജയന്റെ നേരിട്ടുള്ള ഇടപെടലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ നിയമപരമായി പരിശോധിച്ച് റെയ്ഡ് നടത്തുന്ന രീതിയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ റെയ്ഡ് നടക്കേണ്ടിയിരുന്നത് AKG സെൻട്രലാണ്. കാരണം എന്താ? കാരണം എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വഴിവിട്ട കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്. ആ എക്സാലോജിക് കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒറ്റയാളാണ്, സിംഗിൾ ഡയറക്ടർ ഉള്ള കമ്പനിയാണ്. ആ സിംഗിൾ ഡയറക്ടർ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്. ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായി ഡയറക്ടറുടെ അഡ്രസ്സ് നൽകിയത് ഏതാണെന്നറിയോ? വീണ വിജയൻ അഡ്രസ്സ് നൽകിയത് AKG സെന്ററിന്റെയാണ്. ഒരു കമ്പനി വഴിവിട്ട കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ഡയറക്ടറുടെ നടപടി നിയമവിരുദ്ധമാണ് എങ്കിൽ റെയ്ഡ് നടക്കേണ്ടത് അവർ ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന ആ ഒരു അഡ്രസ്സിൽ കൂടിയാണ്. AKG സെൻട്രൽ റെയ്ഡ് നടത്തിയാലും സഖാക്കൾക്കൊന്നും പറയാൻ കഴിയില്ല.
അപ്പോൾ വലിയ മാനങ്ങളുള്ള കേസാണ്. ഇതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ പോവുകയാണെങ്കിൽ അത് പിണറായി വിജയനിലേക്ക് എത്തും എന്നതാണ് മാത്യു കുഴൽനാടൻ ആവർത്തിക്കുന്നത്. ഇഡി ഈ കേസിൽ പിടിമുറുക്കുമ്പോൾ എങ്ങനെ CPM അതിനെ പ്രതിരോധിക്കുന്നു എന്നതാണ് ഇനി പ്രധാനം. ഇഡി റെയ്ഡ് നടക്കുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് നടപടി എന്ന് പറഞ്ഞ് അതിനെതിരെ വ്യാപക പ്രതിഷേധം ആഹ്വാനം ചെയ്ത CPM വീണയെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഇനി എന്ത് നിലപാട് എടുക്കുമെന്നതാണ് ചോദ്യം. ഇഡി റെയ്ഡിൽ CPM പ്രതിഷേധമുയർത്തുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും തന്നോടൊന്നും ചോദിച്ചില്ല എന്ന് പിണറായി വിജയൻ വെളിപ്പെടുത്തിയതോടെ ഇഡിയുടെ രാഷ്ട്രീയ വേട്ട എന്ന ആരോപണത്തിന്റെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഇഡി സംഘത്തെ ആക്രമിച്ചത് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുകയും 26 CPM പ്രവർത്തകർ കേസിൽപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. മറുഭാഗത്ത് നേതാവിന്റെ മകളുടെ കേസ് പാർട്ടി ഏറ്റെടുക്കുന്നതിൽ CPMൽ തന്നെ വിമർശനങ്ങളുണ്ട്. PB അംഗമായ പിണറായിയുടെ മകൾക്ക് ഒരു നീതിയും മറ്റൊരു PB അംഗമായിരുന്ന കോടിയേരിയുടെ മകന് മറ്റൊരു നീതിയും എന്ന വിധത്തിൽ ചർച്ചകൾ ഉയർന്നതും ഈ ഘട്ടത്തിലാണ്. ബിനീഷ് കോടിയേരിക്കെതിരെ 2020 കേസുണ്ടായപ്പോൾ അത് വ്യക്തിപരമായ കേസാണെന്നും കുടുംബം നോക്കുമെന്നുമായിരുന്നു പാർട്ടിയുടെ നിലപാട്. പിണറായിയുടെ മകൾക്കെതിരായ റെയ്ഡിൽ പോളിറ്റ് ബ്യൂറോ മുതൽ ബ്രാഞ്ച് തലം വരെ തെരുവിലിറങ്ങിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പാർട്ടിയിൽ തന്നെ ഉയർന്ന ഈ വിമർശനങ്ങൾ. മാത്രവുമല്ല, വീണ വിജയനെതിരായ മാസപ്പടി കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന CPM നിലപാട് തള്ളി CPI രംഗത്തു വരുന്നതും കണ്ടു. ഈ നിലപാട് മാറ്റം ഇന്ന് നേതാക്കളുടെ പ്രതികരണത്തിലും കാണുന്നുണ്ട്. ഇഡി സമൻസിനോട് പ്രതികരിക്കേണ്ടത് വീണ ടി ആണെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ പ്രതികരിച്ചു. ആവശ്യമായ രേഖകൾ വീണ ഹാജരാക്കും. പ്രതിപക്ഷ നേതാവിനും വീണയ്ക്കും സമൻസ് അയക്കുന്നത് രണ്ടും രണ്ടാണെന്നും KK ശൈലജ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോ സമൻസ് വരട്ടെ, അത് അവര് അതിന്റെ രേഖകളെല്ലാം ഹാജരാക്കും. അപ്പോ ഈ കാര്യമില്ലാത്ത കാര്യമാണെന്ന് കാണുമ്പോ അങ്ങനെ അന്വേഷിച്ച് തെറ്റായി പോയെന്ന് പറയണം. പ്രതിപക്ഷ നേതാവിന് സമൻസ് കൊടുക്കുന്നതും മകൾക്ക് സമൻസ് കൊടുക്കുന്നതും രണ്ടായി തന്നെ കാണേണ്ടതില്ല. തീർച്ചയായിട്ടും അത് മകള് ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി മറ്റു കമ്പനികളുമായിട്ട് ചില കരാറിൽ ഏർപ്പെട്ടു. അതിനാണല്ലോ ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർ ജീവിക്കാൻ കുറെ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മകളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമാണ്. അവരതിന് മറുപടി പറയും. അത് അവർ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആക്കും. അത് പ്രതിപക്ഷ നേതാവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യം ആ കേസിലില്ലല്ലോ. എന്തായാലും വീണ ടിക്ക് ഇഡി സമൻസ് അയച്ചതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല എന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസും ഇന്ന് പ്രതികരിച്ചു. നിയമപരമായി അതിനെ നേരിടാനുള്ള കഴിവ് വീണയ്ക്കുണ്ട്. നിയമപരമായി ഇഡി ഇടപെട്ടാൽ എതിർക്കില്ല. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കം അംഗീകരിക്കില്ല എന്നും കൃഷ്ണദാസ് പറഞ്ഞു. പിണറായിക്ക് എതിരെ ലക്ഷ്യം വെക്കുന്നത് CPMനെ ലക്ഷ്യം വെക്കൽ തന്നെയാണ്. അതിലെന്താ സംശയം? പിണറായിയെ ലക്ഷ്യം വെക്കുന്നത് CPMനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങളത് ചെറുക്കും. CPMനെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കാൻ പോകുന്നില്ല. സമൻസ് വീണയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വീണ അതിന് നിയമപരമായിട്ടുള്ള മറുപടി കൊടുക്കുക. ആ നിയമപരമായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീണ അത് ചെയ്തോളും. വീണയ്ക്ക് അതിനൊക്കെയുള്ള പ്രാപ്തി ഉണ്ടല്ലോ. പാർട്ടിക്ക് അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ലല്ലോ. വീണയ്ക്കല്ലേ സമൻസ്. വീണ നോക്കും നിയമപരമായിട്ട്. അങ്ങനെ ആയി വരട്ടെ. അപ്പൊ നോക്കാം. പിണറായിയെ ലക്ഷ്യം വയ്ക്കുന്നത് CPMനെ ലക്ഷ്യം വയ്ക്കുന്നത് തുല്യ. അത് ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങളല്ല, ജനങ്ങൾ സമ്മതിക്കില്ല. വീണയ്ക്ക് സമൻസ് കൊടുത്തത് നിയമപരമായിട്ട് വീണ കൈകാര്യം ചെയ്തോളൂ. അതിപ്പോ നമ്മളാരും അതിൽ വ്യാകുലപ്പെടേണ്ട ഒരു ആവശ്യമില്ല. എന്തായാലും ഇഡിയുടെ റെയ്ഡ് നടക്കുമ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്ന് CPM അല്പം മാറുന്നു എന്നതാണ് ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. വീണ ടിക്കെതിരായ അന്വേഷണം അത് വീണയെ ബാധിക്കുന്നതാണെന്നും പാർട്ടിയെ ബാധിക്കുന്നതല്ല എന്നും അത് രണ്ടായി കാണണമെന്നും പിണറായിക്കെതിരെയുള്ള നീക്കമാണെങ്കിൽ അത് പാർട്ടിക്കെതിരായ നീക്കമാണ് എന്നും വളരെ കൃത്യതയോടുകൂടിയാണ് KK ശൈലജയും NN കൃഷ്ണദാസും ഇന്ന് സംസാരിച്ചത്. എന്തായാലും കൃത്യമായ പ്ലാനോടെയാണ് ഇഡി നീക്കം എന്ന കാര്യത്തിൽ തർക്കമില്ല. നിയമത്തിന്റെ വഴിയെ നീങ്ങട്ടെ എന്ന സമീപനമാകും ഈ വിഷയത്തിൽ അനുയോജ്യം. ഏതാണ്ട് അതിലേക്ക് തന്നെ പാർട്ടി എത്തുന്നു എന്നതാണ് ഇന്നത്തെ നേതാക്കളുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നടപടികൾ പുരോഗമിക്കുമ്പോൾ അതിൽ മാറ്റമുണ്ടോ, എങ്ങനെ സമീപിക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് അനുയോജ്യമായ നിലപാട് വീണ ടിയെയും പാർട്ടിയെയും രണ്ടായി കാണുന്നത് തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.